സോ ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ആൻഡ്രോയിഡിൻ്റെ സെൻസി കൊണ്ടുവന്നപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു iOSൻ്റെ സെൻസി വേണമെന്ന്. അപ്പോൾ 10 പേര് കമൻറ്റ് ഇടുവാണെങ്കിൽ iOSൻ്റെ സെൻസി കൊണ്ടുവരുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ഇഷ്ടം പോലെ ആൾക്കാർ iOS എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇത്രയും പേര് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സാധനം ഇറക്കിയില്ലെങ്കിൽ ജോബാണ്. പിന്നെ ഇത്രയും ഡിലേ ആകാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ iOSൻ്റെ സെൻസീസ് അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല. മിക്കവരും ആൻഡ്രോയിഡിൻ്റെയാണ് ഇറക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് യൂസേഴ്സാണ് കൂടുതലും. സോ iOSൻ്റെ സെൻസീസ് കുറവാണ്. അപ്പോൾ ഈ സാധനം ഒപ്പിച്ചെടുക്കണം, എന്നിട്ടത് ഞാൻ റീമേക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും ഡിലേ ആയത്. iOSൻ്റെ സെൻസി അങ്ങനെ അധികം ഇട്ടിട്ടുമില്ല. ഞാൻ ഇതിന് മുന്നേ ഒരെണ്ണം എങ്ങാണ്ടേ കൊടുത്തിട്ടുള്ളൂ iOSൻ്റെ സെൻസി. അപ്പോൾ ഇത് രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നത് iOS സെൻസി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിൻ്റെ ചറ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം iOS യൂസേഴ്സ് നിങ്ങൾക്ക് iOS സെൻസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നത് iOSൻ്റെ ഫോൺ ഒപ്റ്റിമൈസേഷനും പിന്നെ ഗെയിം ഒപ്റ്റിമൈസേഷനും പിന്നെ കുറച്ച് ചെറിയ കാര്യങ്ങളും കൂടി ഉണ്ട്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പം ചാനൽ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ് അടിക്കുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി അടിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കുവാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു ഞാൻ പറ്റുന്നത്ര മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോൺ ഒപ്റ്റിമൈസേഷനിലോട്ട് പോകാം. അപ്പോൾ ഈ ഫോൺ ഒപ്റ്റിമൈസേഷൻ ഞാൻ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യത്തേ ഉള്ളൂ. എൻ്റെ വോയിസ് ഓവർ കാര്യങ്ങളൊന്നും കാണത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻസി പാക്കിൽ നിന്ന് ഡയറക്റ്റ് വീഡിയോ ഞാൻ ഫോണിൻ്റെ അത് സേവ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ വോയിസ് ഓവർ കൊടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഫോൺ ഒപ്റ്റിമൈസേഷൻ സെറ്റ് ചെയ്യുക. ഫോൺ ഒപ്റ്റിമൈസേഷൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ മിസ്സാകുമോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിടുക. 0.25 ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ സ്പീഡ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോൺ ഒപ്റ്റിമൈസേഷൻ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ ചില ഫോണിൻ്റെ അകത്ത് ചില സെറ്റിങ്സ് കാണത്തില്ല. അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് അടിച്ചോ, വലിയ കുഴപ്പമൊന്നുമില്ല. ചില സെറ്റിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലത് ഇമ്പോർട്ടൻ്റ് അല്ല. സോ ചിലതൊക്കെ സ്കിപ്പ് അടിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോണിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഫോണിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ മാത്രം സ്കിപ്പ് അടിക്കുക. ഓക്കെ,
അപ്പം ഫോൺ ഒപ്റ്റിമൈസേഷൻ എല്ലാവർക്കും സെറ്റായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഗെയിം ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പം ഫോൺ ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ആദ്യം തൊട്ട് കാണുക. പ്ലേ ബൈ സ്പീഡ് 0.25 ഇട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫോൺ ഒപ്റ്റിമൈസേഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോൺ ഒപ്റ്റിമൈസേഷൻ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഗെയിം സെറ്റിങ്സ് സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി പക്കായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ചുമ്മാ ഗെയിമിൻ്റെ അകത്തെ സെറ്റിങ്സ് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. ഫോണിൻ്റെ അകത്തെ സെറ്റിങ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിം ഒപ്റ്റിമൈസേഷൻ മാത്രമല്ല, ഫോൺ ഒപ്റ്റിമൈസേഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിമിൻ്റെ അകത്തെ സെറ്റിങ്സ് മാത്രം മാറ്റിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗെയിം ഒപ്റ്റിമൈസേഷനിലോട്ട് പോകാം. അപ്പോൾ അത് പല ഫോണിൻ്റെയും പലതായിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്, മനസ്സിലായോ? എന്ന് വെച്ചാൽ മിക്സഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ആദ്യം iPhone 13 കാണിച്ചാൽ പിന്നെ കാണിക്കുന്നത് iPhone 15 ആയിരിക്കും, പിന്നെ iPhone 6 ആയിരിക്കും, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കണ്ടാലേ നിങ്ങളുടെ ഫോണിൻ്റെ കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഗെയിം ഒപ്റ്റിമൈസേഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗെയിം ഒപ്റ്റിമൈസേഷൻ ഞാൻ കുറച്ച് ഫോൺസിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോൺസിനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. സോ നമ്മളൊരു ഡ്രൈവ് ഫയൽ ആക്കിയിട്ടുണ്ട്. ഇത് ഈ ഇപ്പോൾ കാണിച്ച ഈ സെൻസി മൊത്തത്തിലൊരു ഡ്രൈവ് ഫയലായിട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഫോൺ ഒപ്റ്റിമൈസേഷൻ, ഗെയിം ഒപ്റ്റിമൈസേഷൻ എല്ലാം കൂടി ചേർത്തൊരു ഡ്രൈവ് ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രൈവ് ഫയലിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആ ഡ്രൈവ് ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ VPN യൂസ് ചെയ്താൽ മതി. VPN യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഹൗ ടു യൂസ് VPN എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾ ആ ഡ്രൈവ് ഫയൽ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് എവിടെയാണ് ഓൾ ഡിവൈസ് സെൻസി, എല്ലാ ഡിവൈസിനും സെൻസി എവിടെ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വേണ്ട ഈ ചാനലിനകത്ത് ജോയിൻ ആവും. ഇതിനകത്ത് നമ്മൾ വേണ്ട iOS സെൻസിയുടെ ഡ്രൈവ് ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വേണ്ട നമ്മുടെ iOS സെൻസി ഓപ്പൺ ആവും. ഇതിനകത്ത് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. iOS ഫോൺ ഒപ്റ്റിമൈസേഷൻ, ഇതിനകത്ത് കിടക്കുന്ന ഫോൺ ഒപ്റ്റിമൈസേഷൻ ഈ വീഡിയോ കാണിച്ചാൽ സെയിം ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവ് ഫയലായിട്ട് വേറെ ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഡ്രൈവ് ഫയലായിട്ട് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. പിന്നെ റീഡ്മി, അത് അവിടെ കിടക്കട്ടെ. സെൻസി ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു PDF ഉണ്ട്. ആ PDFിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനറലി ചേഞ്ച് ചെയ്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചൊക്കെ വരും സെൻസിക്കകത്ത്. അതുപോലെ റെഡ് ഡോട്ട് നമ്മൾ സെറ്റിങ്സ് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചേഞ്ച് വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഹെഡ് ഷോട്ട് കയറാനുള്ളതെന്ന് നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാനേ ഉള്ളൂ. പിന്നെ iOS ഗെയിം ഒപ്റ്റിമൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ ഡിവൈസ്, എല്ലാ ഡിവൈസിനും ഉള്ള ഗെയിം ഒപ്റ്റിമൈസേഷൻ ഇതിൻ്റെ അത് കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സെലക്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ iPhone 13 mini കണ്ടോ, എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങളുടെ ഡിവൈസ് ഏതാണെന്ന് നോക്കുക, അപ്പം അതിൻ്റെ ഗെയിം സെൻസി സെറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും iOS സെൻസി എല്ലാം സെറ്റായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ് അടിക്കാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് അടിച്ച് വെക്കുക. നിങ്ങൾ സബ് അടിച്ച് വെക്കുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഉന്മേഷം വരുന്നത്. പിന്നെ അടുത്ത ആൻഡ്രോയിഡ് സെൻസ് ആയിരിക്കും കൊണ്ടിരുന്നത്. സോ ആൻഡ്രോയിഡ് സെൻസ് വേണമെങ്കിൽ ജസ്റ്റ് ആൻഡ്രോയിഡ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ശരി എന്നാൽ.